മെയ് മാസം എങ്ങനെയാണ് മരിയൻ മാസമായത്? പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. വിശുദ്ധ തോമസ് അക്വിനാസ് പരിശുദ്ധമ്മയെ പറ്റി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോകമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധമ്മ എന്ന്. തീർത്ഥാടകയായ സഭ സവിശേഷമായ രീതിയിൽ കന്യകാമറിയത്തെ ഓർക്കുന്ന മാസമാണ് മെയ് മാസം. എന്തുകൊണ്ടാണിത്? മെയ് മാസത്തിന് പരിശുദ്ധ കന്യകാമറിയുമായി എന്താണ് ബന്ധം? അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൊച്ചു ചിന്തകളാണിത്. ആദ്യമായി പുരാതന ഗ്രീസിലും റോമിലും മെയ് മാസം വസന്തകാലത്തിന്റെയും ഫലപുഷ്ടിയുടെ ദേവതയുമായ ആർടെമിസിനും ഫ്ലോറയ്ക്കുമായി പ്രതിഷ്ഠിച്ചിരുന്നു. ഇതിനെ ചുവടുപിടിച്ച് വസന്തകാലത്തിന്റെയും ഫലപുഷ്ടിയുടെയും ഓർമ്മയ്ക്കായി യൂറോപ്യർ പല ആചാരങ്ങളും മെയ് മാസത്തിൽ ആഘോഷിച്ചിരുന്നു. ആധുനിക സംസ്കാരത്തിൽ അമ്മമാരുടെ ദിവസം, അതായത് മദേഴ്സ് ഡേ, ഈ വർഷം അത് മെയ് 12 ഞായറാഴ്ചയാണ്. മെയ് മാസത്തിൽ ആരംഭിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ഗ്രീക്കുകാരും റോമാക്കാരും വസന്തകാലമായ മെയ് മാസത്തിൽ മാതൃത്വത്തെ ബഹുമാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ആദിമസഭയിൽ എല്ലാ വർഷവും മെയ് മാസം 15-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രധാന തിരുനാളായി ആഘോഷിച്ചിരുന്നതായി തെളിവുകളുണ്ട്. പക്ഷേ 18-ാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ കന്യകാമറിയുമായി മെയ് മാസത്തെ ബന്ധപ്പെടുത്തുന്ന പതിവ് സഭയിൽ പ്രാബല്യത്തിൽ വന്നത്. കത്തോലിക്ക എൻസൈക്ലോപീഡിയ പറയുന്നതനുസരിച്ച് മെയ് വണക്കത്തിന്റെ ഇന്നത്തെ രൂപം ആവിർഭവിച്ചത് റോമിൽ നിന്നാണ്. റോമിൽ ഈശോ സഭക്കാർ നടത്തിയിരുന്ന കോളേജിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അവിശ്വസ്തതയും അധാർമികതയും വർദ്ധിച്ചു വരുന്നത് മനസ്സിലാക്കി അവയെ തടയുന്നതിനായി കോളേജിലെ അധ്യാപകനായ ഫാദർ ലെറ്റോമിയ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മെയ് മാസം മരിയ വണക്കത്തിനായി മാറ്റിവെക്കുവാൻ തീരുമാനിച്ചു. റോമിൽ നിന്ന് ഈശോ സഭയിലെ മറ്റു കോളേജുകളിലേക്ക്, പിന്നീട് ലത്തീൻ സഭയിലേക്കും മെയ് മാസ വണക്കം വ്യാപിച്ചു. ഒരു മാസം മുഴുവൻ മറിയത്തിനായി മാറ്റിവെക്കുക എന്നത് ഒരു പുതിയ പാരമ്പര്യമല്ല. 30 ദിവസം മറിയത്തിനായി മാറ്റിവെക്കുന്ന ട്രെസിസിമം, മറിയത്തോടുള്ള 30 ദിവസത്തെ ഭക്തി എന്ന പാരമ്പര്യം ലത്തീൻ സഭയിൽ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 14 വരെ വിവിധ പേരുകളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഈ പാരമ്പര്യം തുടരുന്നു. മറിയത്തോടുള്ള പല സ്വകാര്യ വണക്കങ്ങളും മെയ് മാസത്തിൽ ആരംഭിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പ്രസിദ്ധീകരിച്ച റാക്കോൾത്തയിൽ പ്രാർത്ഥനകൾ അടങ്ങിയ പുസ്തകം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏറ്റവും പരിശുദ്ധിയായ മറിയത്തിന് വർഷത്തിൽ ഏറ്റവും മനോഹരവും പുഷ്പാലങ്കൃതവുമായ മാസം സമർപ്പിക്കുക എന്നത് വളരെ നല്ല ഭക്താഭ്യാസമാണ്. ക്രിസ്തു മതത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു വണക്കമാണിത്. റോമിൽ ഇത് സർവ്വസാധാരണമാണ്. അത് കുടുംബങ്ങളിൽ സ്വകാര്യമായി മാത്രമല്ല, പല ദേവാലയങ്ങളിലും പൊതുവായി നടക്കുന്ന ഭക്താഭ്യാസവുമാണ്. 1825 7-ാം പിയൂസ് പാപ്പ പുറപ്പെടുവിച്ച ഒരു ഡിക്രിയിൽ എല്ലാ ക്രൈസ്തവരും പൊതുവായ, സ്വകാര്യമായോ പ്രത്യേക പ്രാർത്ഥന വഴി പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിലും ബഹുമാനത്തിലും വളരണമെന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു. 12-ാം പിയൂസ് മാർപ്പാപ്പ 1945 സ്വർഗരാജ്ഞിയായ മറിയത്തിന്റെ തിരുനാൾ മെയ് 31-ാം തീയതി സഭയിൽ സ്ഥാപിച്ചതുവഴി മെയ് മാസം മരിയൻ മാസമായി അടിയുറപ്പിക്കപ്പെട്ടു. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ തിരുനാൾ ഓഗസ്റ്റ് 22-ാം തീയതിയിലേക്ക് മാറ്റുകയും മെയ് മാസം 31-ാം തീയതി മറിയത്തിന്റെ സന്ദർശന തിരുനാളായി മാറുകയും ചെയ്തു. പാരമ്പര്യങ്ങളാലും സമയക്രമം കൊണ്ടും വർഷം തോറും നമ്മുടെ സ്വർഗീയ അമ്മയായ മറിയത്തെ ബഹുമാനിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ മാസമാണ് മെയ് മാസം.